ഹായ്, നമസ്കാരം സുഹൃത്തുക്കളെ. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് സ്വയം പ്രോത്സാഹനം എന്ന വിഷയത്തെക്കുറിച്ചാണ്. സ്വയം പ്രോത്സാഹനം അഥവാ സെൽഫ് മോട്ടിവേഷൻ. അതിനു മുമ്പായി നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പഴയ വീഡിയോസ് കണ്ട് അഭിപ്രായം രേഖപ്പെടുത്താനും മറക്കരുതേ. നമുക്ക് തുടങ്ങാം. സ്വയം പ്രോത്സാഹനം അഥവാ സെൽഫ് മോട്ടിവേഷൻ. ഏത് ശ്രമം നടത്തിയാൽ എന്ത് ഫലം കിട്ടാൻ സാധ്യതയുണ്ടെന്ന് മിക്കവർക്കും അറിയാം, അല്ലേ? പക്ഷേ അതനുസരിച്ച് ശ്രമിക്കുന്നവരോ വളരെ ചുരുക്കം വരും. ശ്രമിക്കാത്തതിന് 100 കാരണങ്ങൾ നാം നിഷ്പ്രയാസം കണ്ടെത്താം. കഴിവ് കുറവ്, പണക്കുറവ്, സമയക്കുറവ് എന്നിങ്ങനെ പലതും. മിക്കപ്പോഴും പ്രധാന കാരണം മടിയായിരിക്കുക. നമ്മുടെ ഉള്ളിലുള്ള ഒരു മഹാശത്രു തന്നെയാണ് മടി. നമുക്ക് ഈ മടിയെ തോൽപ്പിച്ച് മുന്നേറിയാൽ വിജയിക്കാൻ സാധ്യതയുണ്ട് എന്നല്ല, നിങ്ങൾ വിജയിച്ചിരിക്കും. തൽക്കാലം അല്പം ബുദ്ധിമുട്ട് സഹിക്കാതെ വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ ആർക്കെങ്കിലും കഴിയുമോ? ടെസ്റ്റ് മാച്ചിൽ സെഞ്ചുറി നേടി ലോകത്തെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ക്രിക്കറ്റ് പ്രേമികളുടെ അഭിനന്ദനത്തിന് പാത്രമാകുന്ന അസുലഭ മുഹൂർത്തത്തിലെത്തുന്ന ബാറ്റ്സ്മാൻ എത്രയോ വർഷം പാടുപെട്ട് പരിശീലനം നേടിയിട്ടുണ്ടാകുമെന്ന് ഉറപ്പല്ലേ? ആലസ്യത്തെ ആട്ടിയകറ്റി ഉത്സാഹപൂർവം പ്രയത്നത്തിന്റെ വിജയമാർഗത്തിലെത്തിക്കാൻ നമുക്ക് ഉത്തേജനം ലഭിക്കണം. പലപ്പോഴും അന്യർ നമ്മളെ പ്രോത്സാഹിപ്പിച്ചെന്നിരിക്കും. അച്ഛനമ്മമാർ, സഹോദരങ്ങൾ, അധ്യാപകർ, സുഹൃത്തുക്കൾ, അങ്ങനെ പലരും. പക്ഷേ ഈ പ്രോത്സാഹനത്തിനൊക്കെ ഒരു പരിധിയില്ലേ? ഏറ്റവും പ്രധാനം നാം സ്വയം നൽകുന്ന പ്രോത്സാഹനമാണ് സെൽഫ് മോട്ടിവേഷൻ. അത് നമ്മളിൽ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. നിരന്തരം. അന്യരുടെ പ്രേരണ ഇതിന് ആക്കം വർദ്ധിപ്പിക്കുന്നത് ശരി തന്നെയാണ്. മറ്റുള്ളവർ പറയുമ്പോൾ അതിൻ്റെ നമ്മുടെ ആ ഒരു മോട്ടിവേഷൻ ലെവൽ ഒന്ന് വർദ്ധിക്കും. ഒഴികഴിവുകൾ കണ്ടെത്താനും സ്വന്തം ആലസ്യത്തിന് വെള്ളപൂശാനും നാം ശ്രമിക്കാതിരിക്കണം. ഏത് വീഴ്ചയെയും ന്യായീകരിക്കാൻ വാദങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. പക്ഷെ അത് നമുക്ക് യാതൊരു ഗുണവും ചെയ്യില്ല. ഏത് കാര്യത്തിനായാലും ഉടൻ ശ്രമം തുടങ്ങുക. നിലയ്ക്കാത്ത പ്രോത്സാഹനം സ്വയം നൽകിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ ചെയ്യുന്നതിന് മറ്റൊരു ഗുണമുണ്ട്. മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കാൻ നമുക്ക് അർഹത കിട്ടുമെന്ന ഗുണം. മടിയുടെ കൂടാരത്തിൽ കഴിയുന്നവരുടെ പ്രോത്സാഹന വാക്കുകളെ ആരും ഗൗരവത്തോടെ പരിഗണിക്കുകയില്ലല്ലോ. ഒരു വിജയം നമ്മെ മറ്റൊരു വിജയത്തിലേക്ക് നയിച്ചുകൊള്ളും. നത്തിങ് സക്സീഡ് ലൈക്ക് സക്സസ് എന്ന് കേട്ടിട്ടില്ലേ? ഇടയ്ക്കൊരു തടസ്സം വന്നേക്കാം. ഇപ്പോൾ നിരവധി വീടുകളുള്ള കോളനിയിൽ കടന്ന് ഏതെങ്കിലും വീടന്വേഷിച്ചു പോകുന്നവർ ചിലപ്പോൾ മുട്ടി നിൽക്കുന്ന വഴിയിൽ ചെന്നെത്തും. മുന്നോട്ട് പോകാൻ വഴിയില്ല. അല്പം ഒന്ന് പുറകോട്ട് വന്ന് വഴി തിരിഞ്ഞു പോകേണ്ടി വരും. വിജയിക്കാൻ ശ്രമിക്കുന്നവർക്കും ഇടയ്ക്ക് ഇങ്ങനെ ചില അനുഭവങ്ങൾ ഉണ്ടാകാം. സിംഹം അല്പം കുനിഞ്ഞ് പിന്നോട്ട് വലിഞ്ഞ് താഴ്ത്താണ് ശക്തമായി മുന്നോട്ട് കുതിക്കുന്നത്. അല്പം പിന്നോട്ട് പോകേണ്ടി വരുന്നത് വമ്പിച്ചൊരു കുതിച്ചുചാട്ടത്തിന്റെ മുന്നോടിയായി കരുതാം. ഒരിക്കലും തിരിച്ചടി ഉണ്ടാകാതെ വിജയം മാത്രം ആർക്കും കൈവരിക്കാറാവില്ല. അങ്ങനെ ആവില്ല. എത്ര വലിയ സൂപ്പർ സ്റ്റാറിന്റെ ചില സിനിമകളും പരാജയപ്പെടുന്നില്ലേ? ഏറ്റവും സമർത്ഥരായ ബാറ്റ്സ്മാൻമാർ പോലും ഡക്കിൽ അല്ലെങ്കിൽ 0 ഔട്ടാകുന്നില്ലേ? ഏറ്റവും അനുഗ്രഹീതനായ ഗായകന്റെ പാട്ടുകൾ പരാജയപ്പെടുന്നില്ലേ? എല്ലാ പാട്ടുകളും വിജയിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. പരാജയം വന്നെന്ന് കരുതുക. ശ്രമിച്ച് പരാജയപ്പെടുന്നത് ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ എത്രയോ ഭേദമല്ലേ സുഹൃത്തെ? തോൽവിയിൽ നിന്ന് നാം പാഠങ്ങൾ പഠിക്കുന്നു. അവ നാളത്തെ വിജയത്തിന്റെ പടവുകളാകുകയും ചെയ്യുന്നു. യന്ത്രഭാഗങ്ങളുടെ കാര്യം നോക്കുക. ഏത് യന്ത്രവും എന്തെങ്കിലും നശിക്കും. പ്രവർത്തിച്ചു തേഞ്ഞു നശിക്കുന്നത് ഒന്നും ചെയ്യാതെ കിടന്ന് തുരുമ്പെടുത്ത് നശിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ? തീർച്ച. മനുഷ്യന്റെ കാര്യവും അങ്ങനെ തന്നെയല്ലേ? ഏതു ലക്ഷ്യം വച്ച് മുന്നേറുന്നു എന്നത് അടുപ്പമുള്ളവരോട് പറയുന്നത് നല്ലതാണെന്ന് മുമ്പൊരിക്കൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അക്ഷീണമായി യത്നിക്കാൻ ഇങ്ങനെ പറഞ്ഞു വയ്ക്കുന്നത് നമ്മെ പ്രേരിപ്പിക്കും.
പക്ഷെ ഒരിക്കലും നമ്മുടെ എല്ലാ കാര്യങ്ങളും, നമ്മുടെ വിജയത്തിൻ്റെ ഓരോ ഘട്ടങ്ങളും നമ്മൾ മറ്റുള്ളവരോട് പങ്കുവെക്കേണ്ട കാര്യമില്ല. നമുക്ക് തന്നെ ലക്ഷ്യബോധം വ്യക്തമായി ഉണ്ടാകേണ്ടതാണ് പ്രധാനം. നന്നായി ചിന്തിച്ചുറച്ച് തീരുമാനങ്ങൾ എടുക്കുക, അതനുസരിച്ച് പ്രവർത്തിച്ച് മുന്നേറുക. എൻ്റെ നില മോശമാണ്, അക്കാരണത്താൽ ഞാൻ വലിയ കാര്യങ്ങളിൽ വ്യാപരിച്ചാൽ ശരിയാവുകയില്ല എന്നൊന്നും കരുതണ്ട. എളിയ നിലയിൽ ആരംഭിച്ച് കർമ്മോത്സുകത വഴി അത്യുന്നത സ്ഥാനങ്ങളിൽ എത്തിച്ചേർന്ന എത്രയോ മഹാന്മാരുണ്ട്. പ്രശസ്ത അമേരിക്കൻ പ്രസിഡന്റായിരുന്ന എബ്രഹാം ലിങ്കന്റെ ജീവിതകഥയെ സൂചിപ്പിക്കാൻ ഫ്രം ലോങ് ക്യാബിൻ ടു ദ വൈറ്റ് ഹൗസ് എന്ന് പറയാറുണ്ടല്ലോ. വിജയിക്കുമെന്ന ദൃഢനിശ്ചയമാണ് ഏറ്റവും ശക്തമായ പ്രേരക ശക്തി. ഗതി സാവധാനത്തിലായെന്ന് വരാം, ശരിയായ ചൊവ്വിൽ തന്നെ നീങ്ങുന്നുവെന്ന് പ്രധാനം. നമ്മുടെ പ്രയത്നം കൊണ്ട് മാത്രം പല കാര്യങ്ങളും മുന്നേറാൻ കഴിയില്ല. മറ്റു പലരുടെയും സഹകരണവും സഹായവും വേണ്ടിവരും. അവ യഥാസമയം ലഭിക്കുകയും ചെയ്യും. മറ്റുള്ളവരെയൊക്കെ എപ്പോഴും തൃപ്തിപ്പെടുത്താൻ കഴിയില്ല. അവർക്കെല്ലാം തനത് ചിന്താശൈലികൾ ഉണ്ടായിരിക്കും. അവയനുസരിച്ച് അവർ ഉപദേശിച്ചെന്നും വരും. പക്ഷേ നമ്മുടെ പ്രവർത്തന രീതി അവയുമായി പൊരുത്തപ്പെടുന്നില്ലെങ്കിൽ അത്തരം ഉപദേശങ്ങൾ നമ്മെ വഴിതെറ്റിച്ചേക്കാം. പലരോടും നിനയാതെ ഒരു കാര്യം തുടങ്ങാലോ എന്നത് ശരി. പല അഭിപ്രായങ്ങളും കേട്ടതിന് ശേഷം ഏറ്റവും മെച്ചമെന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത് സ്വീകരിക്കുന്നതാണ് ഫലപ്രദം. അതായത് നമ്മുടെ പലരുടെ അഭിപ്രായങ്ങൾ എടുക്കാം, അതിനൊന്നും ഒരു കുഴപ്പമില്ല. എല്ലാവരുടെ അഭിപ്രായങ്ങൾ എടുക്കുക, പക്ഷെ തീരുമാനം നമ്മളുടേതായിരിക്കണം. അന്യർ പ്രോത്സാഹിപ്പിക്കുന്നത് നമുക്ക് ഉന്മേഷകരമാണെന്നതിൽ ഒരു തർക്കവുമില്ല. പക്ഷെ നമ്മുടെ നിരന്തര ശ്രമങ്ങൾക്ക് മുടങ്ങാതെ ഇന്ധനം പകർന്നു നൽകാൻ സ്വയം പ്രോത്സാഹനം കൂടിയേ തീരൂ. അതിന് ആക്കം കൂട്ടുന്ന സമീപനവും മനോഭാവവും പുലർത്തുകയും വളർത്തുകയും വേണം. വിജയം അനുഭവമാണ്. അത് വേണമെങ്കിൽ ചെറിയ പലതിലും ശ്രദ്ധിക്കണം. ശുഭാപ്തി വിശ്വാസം ആയിരിക്കണം ശ്രമങ്ങളുടെ അടിത്തറ. ശുഭാപ്തി വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞ ചിന്തകളാണ് നമ്മുടെ പ്രവൃത്തികൾക്ക് രൂപം നൽകുന്നത്. മോശമായി ചിന്തിക്കുന്നവരുടെ പ്രവൃത്തികളും മോശമായി തന്നെ വരും. നേരെ മറിച്ച് പ്രകാശത്തിന്റെ പാതയിലേക്ക് ശുഭാപ്തി വിശ്വാസത്തോടെ നിരന്തരം ചിന്തിച്ചാലോ ആരോഗ്യകരമായി പ്രവർത്തിക്കാൻ നമുക്ക് പ്രചോദനം ലഭിക്കുമെന്ന് ഉറപ്പല്ലേ? ചിട്ടയൊപ്പിച്ച ഏത് പ്രവർത്തനത്തിന്റെയും പിന്നിൽ തെളിഞ്ഞ ചിന്തയുണ്ടായിരിക്കും. നമ്മൾ മിക്കവരുടെയും ചിന്തകൾ മുഴുവനും ചിലന്തി വലയങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവയായിരിക്കും. മനസ്സിന്റെ ചിലന്തി വലകളിൽ കുടുങ്ങിക്കിടക്കും. ഒരു ഉദാഹരണം ഞാൻ പറയാം. എനിക്കൊരു 100 കൂട്ടം കാര്യം ഇന്ന് ചെയ്തു തീർക്കാനുണ്ട്, ഒന്നിനും നേരം കിട്ടുന്നില്ല എന്ന് പരാതിപ്പെടുന്ന ധാരാളം പേരുണ്ട്. ഇക്കാര്യം ആവർത്തിച്ചു പറയുകയും മനപ്രയാസപ്പെടുകയും പലതും ഭാഗികമായി മാത്രം ചെയ്യുകയും വഴി ഒന്നിലും എങ്ങും എത്താത്ത ഇവർ ഇങ്ങനെ നിൽക്കും. ഇവരുടെ ചിന്തകൾക്ക് മാറാലകളിൽ നിന്ന് മോചനം കിട്ടിയാലേ അവർ രക്ഷപ്പെടുകയുള്ളൂ. എന്താണ് ഇതിനുള്ള വഴി? എളുപ്പ വഴിയുണ്ട്. ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങൾ മുറയ്ക്ക് ഒരു കടലാസിൽ എഴുതുക. അവയെ മുൻഗണനാക്രമത്തിൽ അടുക്കി വെക്കുക. സ്വയം ചെയ്യാവുന്നവയെന്നും പരസഹായം വേണ്ടവയെന്നും വേർതിരിക്കുക. മുറയ്ക്ക് ഓരോന്നായി ചെയ്തു തീർക്കുക. ഒന്ന് തീർന്നിട്ടേ മറ്റൊന്നിൽ തൊടൂ എന്ന് നിശ്ചയിച്ച് മുന്നേറിയാൽ കാര്യങ്ങൾ നിശ്ചയമായും ചെയ്തു തീർക്കാൻ പറ്റും. പരിഹാരം തീരെയില്ലാത്ത പ്രശ്നങ്ങൾ നമ്മൾ ഒഴിവാക്കേണ്ടി വരും. ചില കാര്യങ്ങൾ ചെയ്ത് ശരിയാക്കാൻ ഒരിക്കലും കഴിയാത്തവയായിരിക്കാം. അക്കാര്യം അംഗീകരിക്കാൻ നമുക്ക് കഴിയണം. യുക്തിപൂർവമായുള്ള ചിന്തയും ചിട്ടയൊപ്പിച്ച പ്രവൃത്തിയും ഏത് കാര്യത്തിനും കൂടിയേ തീരൂ. നല്ല പ്രവൃത്തികൾ ചെയ്യേണ്ടവർ നല്ല രീതിയിൽ നല്ല വാക്കുകൾ ഉപയോഗിച്ച് ചിന്തിച്ച് ശീലിക്കണം. തിന്മ ചെയ്യാൻ തുടങ്ങിയാൽ നമ്മുടെ ഉള്ളിൽ നിന്ന് അരുത് എന്ന നിർദ്ദേശം വരും. അതിനെ അവഗണിച്ചു മുന്നോട്ട് പോകാതിരുന്നാൽ നാം രക്ഷപ്പെടും. തീർച്ച. ഒരർത്ഥത്തിൽ നമ്മുടെ ചിന്താശൈലി തന്നെയാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് നയിപ്പിക്കുന്നത്. ഞാൻ നിശ്ചയമായും വിജയിക്കും എന്ന ദൃഢചിന്തയോടെ മുന്നേറുന്ന ആളിനെയാണ് വിജയം തുണയ്ക്കുക. ഞാൻ സത്യസന്ധമായി കൃത്യങ്ങൾ നിർവഹിക്കും, അർഹിക്കുന്നവരോട് കരുണ കാട്ടും,
ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കും, എന്നിൽ അർപ്പിച്ച വിശ്വാസത്തെ കളങ്കപ്പെടുത്തുന്ന ഒന്നും ചെയ്യില്ല എന്ന രീതിയിൽ ചിന്തിക്കുന്നവർ വിജയത്തിൻ്റെ പാതയിലാണ്. എന്നാൽ ഒന്നിനും കൊള്ളാത്തവനാണ് ഞാൻ, മത്സരത്തിൽ വിജയിക്കാൻ എനിക്ക് ശേഷിയില്ല, പണത്തിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും, എനിക്ക് ജീവിതത്തിൽ താല്പര്യമില്ല, ഇത് നാളെ ചെയ്യാം, എന്തിനും ധൃതി കൂട്ടുന്നു എന്ന മട്ടിൽ ചിന്തിക്കുന്നവർക്ക് നേട്ടങ്ങൾ കൈവരിക്കാൻ ബുദ്ധിമുട്ടാവും. അത്തരം നിഷേധ ചിന്തകളെ നാം ബോധപൂർവം ഒഴിവാക്കേണ്ടതാണ്. ഏത് സമയത്ത് നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ചിന്തകൾ ഉണ്ടായിരിക്കും. നല്ല കാര്യങ്ങളെപ്പറ്റിയും നല്ല കൃത്യങ്ങളെ പറ്റിയുമാകട്ടെ ആ ചിന്തകൾക്ക് മറ്റൊരു മുഖം കൂടിയുണ്ട്. ചില കാര്യങ്ങൾ നല്ലതും മറ്റു ചിലതും മോശവുമെന്ന് യുക്തിരഹിതമായി മുൻവിധിയോട് നാം പലപ്പോഴും കരുതി കളയും. ഇങ്ങനെയായ നമ്മുടെ വിലയിരുത്തലുകൾ പാളിപ്പോകും. ചിലരെ കാണുന്ന മാത്രമേ തന്നെ നാം വിധി എഴുതി കളയും. അയാൾ വഴക്കാളിയാണ്, അയാൾ ബുദ്ധിശൂന്യനാണ്, അയാൾ ക്രൂരനാണ് എന്ന മട്ടിൽ. യഥാർത്ഥത്തിൽ അയാൾ അങ്ങനെ ഒരു അത്രക്കാരനായിരിക്കില്ല. പക്ഷെ നാം ചിന്ത വികലമാക്കി കഴിഞ്ഞാൽ പിന്നെ അയാളോട് പൊരുത്തപ്പെടാനാവാതെ പോകും. ഒരുപക്ഷെ നമ്മുടെ സഹായിക്കോ അഭ്യുദയകാംക്ഷിയോ ആകേണ്ട ആളെയാണ് നാം ഇങ്ങനെ യുക്തിരഹിതമായി അകറ്റി നിർത്തുന്നത്. ധാരാളം നല്ല ചിന്തകളോടൊപ്പം മോശമായ ഒരു ചിന്ത വന്ന ചിന്താധാര മുഴുവൻ വികലമായേക്കാം. ഒരു പറ പാലിൽ ഒരു കല്ലുപ്പിട്ട് എന്താ സംഭവിക്കാമെന്ന് പഴമക്കാർ പണ്ട് ചോദിച്ചോർമ്മയില്ലേ? ചിന്ത എന്നത് യുക്തിയുമായി ബന്ധപ്പെട്ടതാണെന്ന് പറഞ്ഞാലും ചിലപ്പോൾ യുക്തിയെ പിന്തള്ളി വികാരം മുന്നിലെത്തും. അമിതമായ കോപമോ ആഴത്തിലുള്ള ദുഃഖമോ ഉണ്ടാകുമ്പോൾ യുക്തി നമുക്ക് നഷ്ടപ്പെടും. ഇത് സ്വാഭാവികമാണ്. പക്ഷെ ഇക്കാര്യം മനസ്സിലുണ്ടെങ്കിൽ വികാരത്തെ നിയന്ത്രിക്കാൻ കുറേയൊക്കെ നമുക്ക് കഴിയും. യുക്തിയെയും വികാരത്തെയും കഴിയുന്നിടത്തോളം സന്തുലിതമായി നിർത്താൻ നമുക്ക് ശ്രമിക്കാം. സാധാരണഗതിയിൽ ഏതു കാര്യത്തിൻ്റെയും പല വശങ്ങളെപ്പറ്റിയും യുക്തിപൂർവ്വം ചിന്തിക്കണം. ഏതെങ്കിലും ഒരു വാദം കേട്ടാൽ അതുമാത്രമാണ് ശരിയെന്ന് കരുതി അത് കണ്ണടച്ച് വിശ്വസിച്ച് വെട്ടി വിഴുങ്ങരുത്. ചിന്തിച്ചിട്ട് പറയുക, ചിന്തിച്ചിട്ട് പ്രവർത്തിക്കുക എന്ന സമീപനം നാം സ്വീകരിക്കണം. റോഡിന് കുറുകെ നടന്നിട്ട് വണ്ടി വരുന്നോ എന്ന് നോക്കുന്നവരെ പോലെ ആകരുത്. നല്ല ചിന്തകളാണോ നമ്മെ നയിക്കേണ്ടത്? എല്ലാവർക്കും നല്ല ചിന്തകളും നല്ല ആത്മവിശ്വാസവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. വീണ്ടും കാണാം. ബൈ.